എല്ലാവർക്കും നമസ്കാരം. ചക്കീസ് ടൈലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കുറച്ച് നൈറ്റ് തുണികളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി എടുത്ത് നൈറ്റ് തുണികളാണ്. നമുക്കിത് ഹോൾസെയിൽ റേറ്റിലാട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തുള്ളൂ. എല്ലാം നല്ല ഭംഗിയുള്ള വർക്കൊക്കെ ഉള്ള നൈറ്റ് തുണികളാണ്. ഞാൻ ഇങ്ങനത്തെ നോക്കിയാണ് എടുക്കാറുള്ളത്. ചെറിയ ഡിസൈനുള്ളതൊക്കെ നോക്കിയാണ് എടുക്കാറുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൂടുതലും നോർമൽ നൈറ്റീസ് അല്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരുന്നത്. അങ്ങനെയും വരണുണ്ട്. കുറച്ച് പ്രായമായിട്ട് ഒരു ഉള്ളവരൊക്കെയാണ് അങ്ങനെ വരുള്ളൂ. മിക്കവരും വരുന്നത് ഫ്രോക്ക് നൈറ്റീസും പിന്നെ ഷോർട്ട് കുർത്തീസ്, പിന്നെ സാധാ ചുരിദാറിൻ്റെ ടോപ്പുകൾ, പലാസോ പാൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരണത്. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ഡിസൈൻ്റെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് കൊണ്ടുപോയിക്കോളും. വലിയ വലിയ പൂക്കളുടെ ഒന്നും ഞാൻ എടുക്കാറില്ല. അപ്പോൾ ചെറിയ പൂക്കളുടെ നിറച്ചും പൂക്കളുള്ള തരമൊക്കെയാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ ഈ വൈറ്റൊക്കെ ഞാൻ വളരെ കുറച്ചെടുക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരിദാറിനാണ് വൈറ്റ് മെയിനായിട്ട് പോവുള്ളൂ. അപ്പോൾ അത് കുറച്ച് എടുക്കുകയുള്ളൂ, വൈറ്റ് മാത്രം. ബാക്കി എല്ലാ ഡിസൈനും നമ്മളുടെ കയ്യിൽ കിട്ടണതനുസരിച്ച് എടുക്കും. ഇപ്പം ഇത്രയും എടുത്തതിൽ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും മെറ്റീരിയൽസ് സെയിലായി. അപ്പോൾ ഞാനിത് തരം തിരിച്ചു വെച്ചേക്കാണിത്. ഒരാളെടുത്തതാണിത് 3 എണ്ണം. ഇപ്പോൾ ഇത് രണ്ടും ഒരുപോലത്തെ ഡിസൈനിൽ, കളർ ചേഞ്ചിൽ. ഇത് ഒരാളെടുത്തതാണ്, ഇതുമായിട്ട്. ഇത് രണ്ടും ഷോർട്ട് കുർത്തീസിനാണ്. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ ഷോർട്ട് കുർത്തീസാണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോണത്. പിന്നെ ഇത് കണ്ടോ, ഇതും ടോപ്പിനാണ് പോയേക്കണത്. 3 എണ്ണമാണ് ടോപ്പിന് പോയേക്കണേ. ഇതിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടോ. അപ്പോൾ ഈ ഓഫീസിലോ അല്ലെങ്കിൽ ചെറിയ കമ്പനികളിലൊക്കെ ജോലി എടുക്കണ മിക്കവർ ഇതുപോലത്തെ തുണി എടുത്തിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് ഇത് ടോപ്പ് തയ്ക്കണത്. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലയുള്ള ചുരിദാറൊക്കെ നമുക്ക് ഏതെങ്കിലും ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റും. ഡെയിലി യൂസിന് ഇത് ധാരാളമാണെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യണത് കണ്ടാലോ. നമുക്ക് ആദ്യം തന്നെ ഷോർട്ട് കുർത്തി ചെയ്യാൻ നോക്കിയാലോ. ഇതിൻ്റെ ഷോർട്ട് കുർത്തി ചെയ്യാം. ഇതിന് ലൈനിങ് ഉണ്ട്. ലൈനിങ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര നിഴലാണ്. അപ്പോൾ അത് കാരണം ഒരു ലൈനിങ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ അളന്നിടുന്നതെന്ന് കാണിച്ചു തരാം. ഇത് വേറെ മോഡലാണ്. ഇതിൻ്റെതും നമുക്കൊരു വീഡിയോ കൂടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ മടക്കിയിട്ടിരിക്കുന്ന രീതി കണ്ടോ. ഞാനിത് മുഴുവനായിട്ടും മടക്കിയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം 4 മടക്കി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്തിനെങ്കിലും ഇത്രയും ബാലൻസ് ഒരു പീസ് കിട്ടും. ഇവിടുന്ന് ഇത്രയും ഒരു പീസ് ഇത് കണ്ടോ, ഇത്രയും ഇവിടുന്ന് തുടങ്ങി ഇത്രയും. അപ്പം നമ്മൾ മൊത്തത്തിൽ മടക്കി ഇടുവാണെങ്കിൽ ഒരു ചെറിയ പീസാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൊരു പീസ് കൊണ്ട് എന്തിനെങ്കിലും നമുക്കൊരു പൈപ്പിങ്ങോ ക്രോസ് പീസ് എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ കിട്ടും. പിന്നെ ഇതിന് നമ്മൾ അളവെടുക്കുന്നത് ഷോർട്ട് കുർത്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് 36 ഇഞ്ച് ഇറക്കമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ സ്ലീവ്ലെസ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഇത്രയും തുണി നമുക്ക് ബാലൻസ് ആണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ബാലൻസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു നൈറ്റി പീസ് ആണെന്നുള്ള കാര്യം ഓർക്കണം. ഇനി നമുക്കിതെല്ലാം മാർക്ക് ചെയ്തിട്ട് കാണാം. ഇതെങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഇവിടം വരെ ഞാൻ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ. നമുക്ക് സാധാരണ 6-6.5 ഇഞ്ചാണ് നമ്മൾ സ്ലീവോട് കൂടിയുള്ളത് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വണ്ണനുസരിച്ച് 5 5.5 എടുത്താൽ മതി. എന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ആകുമ്പോൾ നമുക്ക് ആം ഹോൾ ഇച്ചിരി തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം സ്ലീവും സ്ലീവ്ലെസ്സും ചെയ്യുമ്പോൾ. പിന്നെ ബാക്കിയെല്ലാനും നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിയൊക്കെ തന്നെയാണ്. അപ്പോൾ നൈറ്റ് തുണിയുടെ ആകുമ്പോൾ എല്ലാവരും നമ്മൾ ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസൊക്കെ വേറെ വേറെ ഇട്ട് തയ്ക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഇട്ട് തയ്ക്കാറുണ്ട്. ബാക്ക് പീസ് ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ തയ്ക്കണം. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ വാങ്ങിക്കണേൻ്റെ. അപ്പോൾ സ്ലീവിന് ഇവിടെ നിന്ന് ഈ ബാലൻസ് കിട്ടണതാണ് സ്ലീവിന് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ നൈറ്റിയുടെ തന്നെ ഒരെണ്ണോടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്നും കൂടി കാണിച്ചാൽ ഇതിന് സ്ലീവ് വേണ്ടല്ലോ.
നൈറ്റി മെറ്റീരിയലിൻ്റെ ഈ കട്ടിങ്ങിൻ്റെ ഈ രീതികൾ ഞാൻ എടുത്തെടുത്ത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവർക്കും ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ സംശയം ഉണ്ടായിരുന്നു, നേരത്തേക്ക് ആണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, ഒരു നൈറ്റി തുണിയിൽ നിന്ന് നമുക്കൊരു ടോപ്പിന് എങ്ങനെയാണ് കിട്ടണേന്ന്. അപ്പോൾ നമ്മൾ അത് വിവരിച്ച് കൊടുക്കുമ്പോൾ ചിലവർക്ക് മനസ്സിലാവണില്ല, അതെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങുമായിട്ടൊരു ബന്ധമില്ലാത്തവർക്കൊന്നും അത്രയ്ക്കും കാര്യമായിട്ടൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വിശദമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഞാൻ ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്കി തുണി എന്തോരം ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്ന മെറ്റീരിയൽ. പിന്നെ നേരത്തെയൊക്കെ എൻ്റെ അടുത്ത് ഓരോരുത്തർ വന്ന് ചോദിക്കണത് ഒരു ഫുൾ ഒരു ഫുൾ നൈറ്റിയിൽ നിന്ന് ഒരു ചുരിദാർ, അതായത് പാൻറ്റും ടോപ്പുമായിട്ട് കിട്ടൂലേ എന്ന് ചോദിക്കും. അപ്പോൾ അത് കിട്ടൂല എന്ന് നമ്മൾ പറയുമ്പോൾ അതെന്താ, അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷോർട്ട് കുർത്തിയായിട്ട് പോലും, അതായത് നമ്മുടെ മുട്ടുകാലിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ ടോപ്പായിട്ട് പോലും നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നത് ഇത്രയുമാണ്. അപ്പം ഇതിൻ്റെ നീളം വീതി എന്നൊക്കെ പറയുമ്പോൾ 33.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഇനി ഇത് രണ്ടാക്കി മടക്കിയിട്ടിട്ട് 20.5 ഇഞ്ച് ഇതിൻ്റെ നീളവും വരുന്നുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ നീളം കണക്കാക്കിയിട്ടല്ലേ ഇത് മുറിച്ചെടുത്തേ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടൂല എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് അതെന്താ എന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ തുണി. പിന്നെ ടോപ്പിന് നമ്മൾ ഇറക്കം കൊടുക്കുമ്പോൾ നമുക്ക് ഒരു നോർമൽ ടോപ്പിൻ്റെ ഇറക്കവും അതിൽ നിന്നും സ്ലീവും കൂടി ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് കുറച്ച് വേസ്റ്റ് തുണിയേ പോവുള്ളൂ. പിന്നെ ഒരു ആക്ഷേപമുണ്ട് മിക്കവർക്കും, ഒരു നൈറ്റ് തുണിയിൽ നിന്ന് ഒരു ടോപ്പ് തയ്ച്ചിട്ട് തയ്യക്കാർ വേറെ ഒരാൾക്ക്, അല്ലെങ്കിൽ അവർക്ക് തന്നെ നമ്മുടെ ബാലൻസ് തുണി അവർ തയ്ച്ചെടുക്കുക, അവരടിച്ചു മാറ്റുന്നുള്ളൊരു ആക്ഷേപം മിക്ക ടൈലേഴ്സിനെയും മറ്റുള്ളവർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടും എല്ലാവർക്കും അതങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ഇത് സ്ലീവിന് വേണ്ടാത്ത പക്ഷം ഇത് മാറ്റി വയ്ക്കാം. വേറെ എന്തെങ്കിലും തയ്ക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഉപകാരപ്പെടും. ഇത്രയേ ഉള്ളൊരു പീസ് ഉണ്ടല്ലോ, നമുക്കതിന് ഉപകാരപ്പെടും. നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചെറിയ കുട്ടി, ഒരു 2 വയസ്സൊക്കെ ഉള്ളൊരു പെൺകുഞ്ഞിനാണെങ്കിൽ ഇതൊരു ഫ്രോക്കിന് അഡ്ജസ്റ്റ് ചെയ്തൊരു ഫ്രോക്കിനൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കാം. ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ലൈനിങ്ങും ക്യാൻവാസും എല്ലാനും അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇൻവിസിബിൾ സ്റ്റിച്ചിന് തന്നെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ജീൻസിൻ്റെ ടോപ്പൊക്കെ ആകുമ്പോൾ ഹെമ്മിങ് ചെയ്യാത്ത മോഡൽ തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള നെക്കും ഹെമ്മിങ് ചെയ്യാത്ത മോഡൽ തന്നെയാണ് നല്ലത്. നമ്മൾ ചുരിദാറിൻ്റെ പോലെ അല്ലല്ലോ ജീൻസിൻ്റെ ടോപ്പ് ഇടുമ്പോൾ, ഇത് ചെറിയ കുർത്തിയല്ലേ. ഇത് നോക്കി, ഇതൊരു ഓവൽ ഷേപ്പിൽ ഒരു ഡീപ്പ് വി മോഡലാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്തിട്ട് നോക്കാം. ലൈനിങ് തുണി നല്ല മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 2 പീസ് ക്രോസ് പീസ് 1.5 ഇഞ്ച് വീതി ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് വീതിയിൽ ഏകദേശം ഇത്രയൊക്കെ വരുന്നത്. അപ്പോൾ തീർത്ത് എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പീസ് ഇവിടെ യോജിപ്പിച്ച് വെച്ചു. ഒറ്റ പീസിൽ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടോ, തുണി തികയുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ബാക്കിയുണ്ടാവും. അപ്പോൾ നമുക്കിത് രണ്ടും ഇതിനോട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭാഗമാണ്, നല്ല ഭാഗത്തല്ല വെക്കേണ്ടത്. നമ്മൾ മറിച്ചിട്ടിട്ട് ഉൾഭാഗത്താണ് വെക്കാൻ പോകുന്നത്. നമുക്കിത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് 2 അറ്റവും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ മറിക്കാം. ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കത്രിക കൊണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു.
അപ്പോൾ കണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് വഴി മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം. നോക്കിയേ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെ വന്നു എന്ന് കണ്ടോ. നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ രീതിക്കാണ് സ്റ്റിച്ച് ഇരിക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇതിന് ഈ സെയിം മെറ്റീരിയലല്ല, ഇപ്പോൾ ഇതിനകത്ത് ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറുണ്ട്, ഏതെങ്കിലും ഒരു കളറിൽ ഈ പൈപ്പിങ് കൊടുക്കണമെങ്കിൽ, അല്ല ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ചിലതിന് അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.